പണ്ടൊക്കെ ഉണ്ടല്ലോ ഈ ഡ്രോയിങ്ങിനോടൊക്കെ ഭയങ്കര താല്പര്യമായിരുന്നു കേട്ടോ. പിന്നീട് ഇതിൻ്റെ ഇൻട്രസ്റ്റ് ഒക്കെ അങ്ങോട്ട് കുറഞ്ഞുപോയി. ബട്ട് ടുഡേ ഐ നീഡ് ടു ഡ്രോ സംതിങ്. ഇപ്പം ഞാൻ വരച്ചുകൊണ്ടിരിക്കുന്ന ഈ പൂവുണ്ടല്ലോ, ഇത് എൻ്റെ ഏതൊരു ബുക്ക് എടുത്തു നോക്കിയാലും അതിലേതെങ്കിലും ഒരു കോർണറെങ്കിലും ഈ പൂ ഉണ്ടായിരിക്കും. ഈ പൂവിനോട് എനിക്ക് വല്ല ആത്മബന്ധം ഉണ്ടോയെന്നൊന്നും എനിക്ക് അറിയില്ല. ബട്ട് ഫ്രീ ടൈം ഒക്കെ കിട്ടാറുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ബുക്കിൽ കുത്തിക്കുറിച്ച് വെക്കില്ലേ, അങ്ങനെ കുത്തിക്കുറിച്ച് വെക്കുന്നതിൽ ആദ്യം ഞാൻ വരയ്ക്കുന്ന പൂ ഇതാണ് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ എൻ്റെ പേരോ സൈനോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും കുത്തിക്കുറിച്ച് വെക്കാറ്. അതുകൊണ്ട് തന്നെ ഈ പൂവിനെ കുറച്ച് ഭംഗിയായിട്ട് വരയ്ക്കണമെന്ന് തോന്നി. അങ്ങനെ വരയ്ക്കാൻ വേണ്ടി നോക്കിയപ്പോൾ ഉണ്ടല്ലോ, പെയിൻറ്റിങ്സോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് ഒരു പെന്നും ഒരു ബുക്കും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സോ എനിക്ക് തോന്നിയൊരു കാര്യം, ഈ ലെഷർ ടൈംസ് ഒക്കെ കിട്ടുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണം എന്നാണ്. ഒട്ടുമിക്ക ആളുകളും അവരുടെ തിരക്കിൻ്റെയും അതേപോലെ തന്നെ അവരുടെ വർക്കിൻ്റെ ഒക്കെ ഇടയിൽ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഓർമ്മ പോലും ഉണ്ടാവില്ല. ബട്ട് ട്രസ്റ്റ് മീ ഗൈസ്, നമ്മുടെ വർക്കുകളുടെയും ബുദ്ധിമുട്ടുകളുടെയും അല്ലെങ്കിൽ വിഷമങ്ങളുടെ ഒക്കെ ഇടയിൽ നമുക്ക് ഇഷ്ടമുള്ള പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ അറിയാതെ തന്നെ നമ്മളുടെ മനസ്സിലൊരു ഹാപ്പിനെസ് വരും കേട്ടോ.